യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള മേഖലകൾ ലക്ഷ്യമിട്ട് ഇസ്രായേലിൻ്റെ ആക്രമണം. ഇസ്രായേലിൽ തുടർച്ചയായി ഹൂതികൾ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തുന്നുണ്ട്. ഇതിനു മറുപടിയായാണ് യമനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ചെങ്കടലിലെ തുറമുഖമായ ഹുദൈദ, റാസിസ, അടുത്തുള്ള പവർ സ്റ്റേഷനായ അൽ സാലിഫ് എന്നിവയും ഗാലക്സി ലീഡർ എന്ന ചരക്ക് കപ്പലുമായിരുന്നു ലക്ഷ്യങ്ങളെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു. 2023 ഡിസംബറിൽ ഹൂതികൾ ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കപ്പലാണ് ഗാലക്സി ലീഡർ. ഈ കപ്പൽ അന്താരാഷ്ട്ര ഷിപ്പിങ്ങിനെ നിരീക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്നതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇസ്രായേൽ ആക്രമണങ്ങളെ വിജയകരമായി വ്യോമപ്രതിരോധ സംവിധാനം നേരിട്ടതായി ഹൂതികളുടെ സൈനിക വക്താവ് പറഞ്ഞു. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മറുപടിയായി കനത്ത ആക്രമണമാണ് ഹൂതികൾ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് നടത്തിയത്. ആക്രമണങ്ങൾക്ക് ശേഷം യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് 2 മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. എന്നാൽ ഇസ്രായേലിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിലും പ്രധാന തുറമുഖങ്ങളിലും 11 മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ഹൂതികൾ അവകാശപ്പെട്ടു. ബെൻ ഗുരിയോൺ വിമാനത്താവളവും ഇസ്രായേലിലെ നഗരങ്ങളും ആക്രമിച്ചതായി ഹൂതി വക്താവ് യഹിയ സാരിയാണ് പറഞ്ഞത്. അതിനിടെ ചെങ്കടലിൽ വീണ്ടും യുദ്ധക്കളമാകുന്നു. കഴിഞ്ഞ ദിവസമാണ് യമൻ തീരത്ത് ചെങ്കടലിൽ കപ്പലിന് നേരെ ആയുധധാരികൾ ആക്രമണം നടത്തിയത്. ലൈബീരിയൻ പതാകയുള്ള ഗ്രീക്ക് ഉടമസ്ഥതയുള്ള കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. യമനിലെ ഹൊദൈദ തുറമുഖത്തിൽ നിന്ന് തെക്കു പടിഞ്ഞാറായി 51 നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം. ഏപ്രിൽ മാസത്തിന് ശേഷം ലോകത്തിലെ പ്രധാനപ്പെട്ട ഈ ഷിപ്പിംഗ് ഇടനാഴിയിൽ നടക്കുന്ന ആദ്യത്തെ സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ആക്രമണത്തിൽ കപ്പലിന് തീപിടിക്കുകയും വെള്ളം കയറുകയും ചെയ്തുവെന്ന് ബ്രിട്ടീഷ് മാരിടൈം ഏജൻസി പറഞ്ഞു. കപ്പൽ ഉപേക്ഷിച്ച് എല്ലാ ജീവനക്കാരും രക്ഷപ്പെട്ടു. അതുവഴി കടന്നുപോയ ഒരു വ്യാപാര കപ്പൽ ജീവനക്കാരെ രക്ഷപ്പെടുത്തി. എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്നും ഏജൻസി അറിയിച്ചു. അതിനിടെ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്തു. ഡിസംബറിന് ശേഷം യമനിലെ ഹൂതി വിമതർ ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ ആദ്യമായാണ് ആക്രമണം നടത്തുന്നത്. ഡ്രോൺ ബോട്ടുകൾ, റോക്കറ്റ് പ്രൊപ്പലൻ്റ് ഗ്രനേഡുകൾ, ചെറിയ ആയുധങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് ലൈബീരിയയിൽ രജിസ്റ്റർ ചെയ്ത മാജിക് സീസ് ബൾക്ക് കാർഗോ കപ്പലിൽ ആക്രമണം നടത്തിയത്. കപ്പൽ നിലവിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലും ഹമാസും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ പലസ്തീനികളെ പിന്തുണയ്ക്കുന്നതിനാണ് ആക്രമണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൂതികൾ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അൽ അൻസാർ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്ത സന്ദേശത്തിലാണ് ആക്രമണം നടത്തിയത് തങ്ങളാണെന്ന് ഹൂതികൾ വെളിപ്പെടുത്തിയത്. യമനിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിയന്ത്രിക്കുന്നത് ഹൂതികളാണ്. 2023 ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഹൂതികൾ ചെങ്കടലിലെ കപ്പലുകളെ ലക്ഷ്യമിടാൻ തുടങ്ങിയത്. പലസ്തീനികളുടെ പോരാട്ടത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ആക്രമണമെന്നാണ് വിമത സംഘം അവകാശപ്പെട്ടത്.